11:15 എണീറ്റതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അവസ്ഥ. വീണ്ടും ഉറങ്ങാൻ തോന്നിട്ട് എനിക്ക് മഴ വന്നാൽ ഒന്നീ നല്ല ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഉറങ്ങണം. ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്ലൈമറ്റ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എണീറ്റതേ ഉള്ളൂ. ഇനി താഴെ പോയി ജോലിയുണ്ട്, അടുക്കള ജോലി എല്ലാ ദിവസവും ഇനിയിപ്പോൾ എൻ്റെ ഇതിലുണ്ട്. അപ്പം ഞാൻ പോയി കുറച്ച് ജോലി ചെയ്തിട്ട് വരാം. അത് പറ്റുമെങ്കിൽ കുറച്ച് വീഡിയോ എടുക്കാം. അങ്ങനെ എനിക്കിങ്ങനെ ഷൂട്ട് ചെയ്ത് തരാൻ വേണ്ടി ഇപ്പം ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ആ സാധനങ്ങൾ കാണിച്ചു തരാനേ പറ്റുള്ളൂ. ഞാൻ വർക്ക് ചെയ്യണത് കാണിച്ചു തരാൻ പറ്റൂല. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ക്ലിപ്സ് അത് കാണിച്ചിട്ട് വേണമെങ്കിൽ ഒരു ട്രൈപോഡൊക്കെ വലുത് വാങ്ങിച്ചു വെച്ച് ഷൂട്ട് ചെയ്യാം. അതിന് വേണ്ടിയുള്ള ഒരു ധൈര്യം എനിക്കായിട്ടില്ല. നോക്കട്ടെ. അപ്പം ഞാൻ ജസ്റ്റ് ഉറക്കം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് മീനും ചോറും ഒക്കെ വെക്കാനുള്ളത് സഹായിച്ചു കൊടുത്തിട്ട് ഇങ്ങ് കയറി വരും. കയറി വന്നിട്ട് ഒന്നീ ടാരോ റീഡിങ് പഠിക്കും, അല്ലെങ്കിൽ PSC പഠിക്കും. PSC എനിക്ക് അറിയാമല്ലോ, എനിക്ക് താല്പര്യമില്ല. വേറെ ഒരു വരുമാന മാർഗം ഇല്ലെങ്കിൽ പോയേ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം ജോലി വാങ്ങിച്ച് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്നതിൻ്റെ കാര്യം. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ പോയി ബാക്കി പരിപാടികളെല്ലാം ഒന്ന് ഫ്രഷായിട്ട് താഴെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അടുക്കള ജോലിയെല്ലാം ചെയ്യണത് പറ്റുമെങ്കിൽ ഒന്ന് വീഡിയോ എടുക്കാം. ഇത്രയാണ് ഇപ്പോഴത്തെ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് ബാക്കി കഴിക്കാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു 1.5 അപ്പം, കറി, മുട്ട, കുറച്ച് ചായ ഫുഡിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ അബ്സോർപ്ഷൻ കുറയുമെന്ന് പറയും. അപ്പോൾ ആ പ്രോട്ടീൻ ഉള്ളിലേക്ക് ശരീരം വലിച്ചെടുക്കുന്നത് ചായ കുടിച്ചാൽ കുറയും. അപ്പോൾ അതുകൊണ്ട് സാധാരണ ചായയാണ് കുടിക്കുന്നത്. ഈ മഴയത്ത് വൈബിന് ചായയാണ് എനിക്കും ഇഷ്ടം. എന്നാലും ഞാൻ പാല് കാച്ചി കുറച്ച് മധുരം ഇട്ട് പഞ്ചസാര ഇട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി പഞ്ചസാര മാറ്റണം, എന്നിട്ട് പാല് മാത്രമാക്കണം. പിന്നെ അത് വെള്ളമാക്കണം. കാരണം ഒരു നേരം വൈകുന്നേരം ചായ കുടിക്കാനുണ്ട്. അപ്പോൾ അത് മതി. വണ്ണം കുറയാനും ഒക്കെ അത് നല്ലതായിരിക്കും തോന്നുന്നു. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം. ഇനി താഴെ പോയി അടുക്കള ജോലിയാണ്. ഫോൺ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ചാർജ് ഇട്ടിരുന്നതുകൊണ്ടാണ് ഇവിടെ വന്ന് കഴിക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ താഴെ ഇരുന്ന് ഷൂട്ട് ചെയ്ത് അങ്ങ് കഴിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഫോൺ ചാർജിന് മുകളിലിട്ടേക്കുമായിരുന്നു. ചാർജില്ല. കുറച്ചുകൂടി ചാർജ് ആയാലേ എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിച്ച് തീരുമ്പോഴത്തേക്ക് ആ ചാർജ് ആവും. അപ്പോൾ എടുത്തുകൊണ്ട് പോവാം. ബാക്കി ഞാൻ താഴെ പോയിട്ട് കാണിച്ചു തരാം. കുറച്ച് എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് എന്തെങ്കിലും ക്ലിപ്സ് ആഡ് ചെയ്യാം. കുക്കറിൽ ഉള്ളി ഇത്തിരി വരട്ടിയിട്ട്, കടു വറുത്തിട്ട് വരട്ടിയിട്ട് അങ്ങനെ കുക്കറിൽ വെച്ച് ഉണ്ടാക്കുന്ന ഉള്ളിക്കറിയാണ്. പിന്നെ മുട്ട സെപ്പറേറ്റ് പുഴുങ്ങിയെടുക്കും. പിന്നെ അപ്പം 1.5 അപ്പം എടുത്തിട്ടുണ്ട്. അതായത് 1 ഗ്ലാസ് പാല്. അപ്പോൾ ഇത്രയാണ് എടുത്തേക്കണത്. ഇത് കഴിച്ചിട്ട് ഞാൻ പോട്ടെ, എനിക്ക് ജോലിയുണ്ട്. ജോലി ചെയ്തേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. മീൻ അരച്ചതാണ്, ഞാൻ അരച്ചതാണ്. ഇത് കഴുകി എടുക്കണം. ഇനി പൊരിക്കണ മീനിൽ ഇങ്ങനെ ക്രഷ് ചെയ്ത് കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കുറച്ച് കുരുമുളകും കുറച്ച് ക്രഷ് ചെയ്ത ഇങ്ങനത്തെ മുളകും ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. പൊരിക്കണേൽ, ചിക്കൻ പൊരിക്കണേലൊക്കെ. ഇതിപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുവാണ്. ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല മഴയുണ്ട്.
ഓൺലൈനിൽ ഓർഡർ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ, മീഷോയോ അങ്ങനെ ഏതോ ആണ് കൊണ്ടുവന്നിട്ട് ആ ചേട്ടൻ മഴയായതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുവാണ് എങ്ങനെ പോകുമെന്ന്. അത് ഞാൻ ജസ്റ്റ് ബാക്കിൽ നിന്നൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഫ്രണ്ടിൽ നിന്നൊന്നും നമ്മളങ്ങനെ വീഡിയോ എടുക്കില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചതന്നേ ഉള്ളൂ. ഓരോരുത്തരും കഷ്ടപ്പെട്ടാണ് ജീവിക്കണത്, അങ്ങനെ പൈസ തന്നെ വേണമല്ലോ. പിന്നെ ഞാൻ അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. സമയം ഇപ്പോൾ പറഞ്ഞാൽ 1:30 കഴിഞ്ഞിട്ടുണ്ട്, 1:40 ഇപ്പം ചായയുടെ ആവശ്യമില്ല. പിന്നെ ഞാൻ നേരത്തെ പാല് കാച്ചി കുടിച്ചതിൻ്റെ ബാക്കി കുറച്ച് പാൽ അവിടെ ഇരുന്നുകൊണ്ട് അതിൽ തേയിലയിട്ട് ചായയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയ ചായ എടുത്തത്. പിന്നെ രാവിലെ കുടിച്ചതുമില്ലല്ലോ, ഒരു 1/4 ഗ്ലാസ് ഞാൻ കാണിച്ചല്ലോ, സാധാരണ ചെറിയ ഗ്ലാസിൻ്റെ 1/4 ഗ്ലാസ്. ഇനി ടാരോ റീഡിങ് ചെയ്യണം. സാധാരണ കുളിച്ച് ശുദ്ധമായിട്ട് ടാരോ റീഡിങ് ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നെ നോർമൽ ഫേസിൽ അങ്ങ് ചെയ്തു പോകും. ദൈവത്തിൻ്റെ യൂണിവേഴ്സിനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അങ്ങ് ചെയ്യും. അപ്പോൾ ടാരോ റീഡിങ് ചെയ്യണം. അത് കഴിഞ്ഞ് അരമണിക്കൂർ റെസ്റ്റ് എടുക്കണം. ആദ്യം ചായ കുടിച്ചൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കും, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ടാരോ റീഡിങ് ചെയ്യും. ടാരോ റീഡിങ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് എടുക്കുകയോ കുളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുളിച്ച് കഴിഞ്ഞ് വീണ്ടും ടാരോ റീഡിങ് ചെയ്യണം. അത് വൈകുന്നേരം ചെയ്യാം. എന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഇന്ന് പഠിക്കേണ്ടത് മിക്കവാറും ടാരോ തന്നെ ആയിരിക്കും ഇന്നും പഠിക്കുക. ടാരോ 2-3 ക്ലാസ് കൂടെ ഫുള്ളായിട്ട് കേട്ടാലേ അതും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഠിക്കണം. അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞുതരാം, അപ്ഡേറ്റ് തരാം. പിന്നെ പറ്റുമെങ്കിൽ കുറച്ച് PSCയും കൂടെ പഠിക്കണം. ഞാൻ എൻ്റെ ആ ടാരോ റീഡിങ്ങിൻ്റെ ചാനൽ ഏതാണെന്ന് ഞാൻ ഇതിൽ എവിടെയെങ്കിലും സ്ക്രീൻഷോട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്തിടാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുത്തിടാം. അപ്പോൾ ആ സ്ക്രീൻഷോട്ടിൽ നോക്കിയിട്ട് ആ ചാനൽ പോയി സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ടാരോ കാണണമെങ്കിൽ കണ്ടാൽ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. ഇപ്പോൾ ഇതാ 1:50 2 മണിയാകുമ്പോൾ റീഡിങ് ചെയ്യണം. 2 ടാരോ 2, 3, 4 എൻ്റെ മനസ്സിൽ തോന്നുന്ന അനുസരിച്ച് അങ്ങ് ചെയ്യും. ഒരു ഇൻറ്റ്യൂഷനാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. പിന്നെ കാർഡിൻ്റെയും ദൈവത്തിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 മണിയാവാറായി. ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് റീഡിങ് ചെയ്യാം. റീഡിങ് ചെയ്തതിന് ശേഷം ഞാൻ ഇനി പഠിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ, അത് വലിയതായിട്ട് ഇന്ന് സമയമില്ല. കാരണം ഇന്ന് വൈകുന്നേരം ചായക്ക് സ്നാക്സ് ഉണ്ടാക്കണം. സ്നാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇന്ന് വാങ്ങിച്ചു വെച്ചേക്കണത് ഈ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തതാണ്. അവൻ എക്സാം ആയതുകൊണ്ട്, ബ്രദറിന് എക്സാം ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവൻ തന്നെ മിക്ക ജോലിയും ചെയ്യും, ഞാൻ അധികം ചെയ്യേണ്ടി വരില്ലായിരുന്നു. എനിക്ക് പഠിക്കണമെങ്കിൽ എനിക്ക് പഠിക്കാം, ഉറപ്പായിട്ടും അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാൻ അങ്ങനെ അടുക്കളയിൽ ഒതുങ്ങി അങ്ങനെ ഇരിക്കണം. നിങ്ങൾ കാണുന്ന വ്ളോഗിൽ കാണുന്നുണ്ടെങ്കിലും ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. എൻ്റെ ബ്രദറും നന്നായിട്ട് അവൻ അടുക്കളയിൽ സഹായിക്കുകയും ജോലി ചെയ്യുക, എന്നെക്കാട്ടി നന്നായിട്ട് അവൻ ചെയ്യും. അറിഞ്ഞൂടെ അവന്, എന്നാലും അറിയാന്നുള്ള തേങ്ങ തിരുക, തൂത്ത് തുടച്ചിടുക, പാത്രം കഴുകുക, അങ്ങനെയുള്ള ജോലി എന്നെക്കാൾ വൃത്തിക്കും മര്യാദയ്ക്കും അവൻ ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ഒരു എക്സാം അടുത്തിരിക്കുവാണ്. അപ്പം അത് ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും ഒരു ടൈറ്റ് ഇതായിട്ട് എനിക്ക് മാറിയത്. എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യണം, അടുക്കള ജോലിയും ചെയ്യണം, ചെറുതായിട്ട് ക്ലീനിങ്ങും ചെയ്യണം, അതിൻ്റെ കൂടെ പഠിക്കുകയും വേണം. എനിക്കാണെങ്കിൽ ഒരൊറ്റ കാര്യം ഒരു സമയത്ത് ചെയ്യണേ ഇഷ്ടമുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ബാലൻസ് ചെയ്യണ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതും യൂണിവേഴ്സ് എനിക്ക് തന്ന ടാസ്ക് ആയിരിക്കാൻ ചിലപ്പോഴെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ചെയ്യുവാണ്. ഇതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യണം, യോഗ ചെയ്യണം, അതിനൊന്നും സമയം കിട്ടുന്നില്ല. ഇനി കണ്ടെത്തണം, വെയിറ്റ് ലോസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തു വരികയാണ്. ഇത് കൂടാതെ തയ്യൽ പഠിക്കണം, ഫാഷൻ ഡിസൈനിങ്, ഡയറ്റീഷ്യൻ കോഴ്സ്, ഇതൊന്നും ചെയ്യുന്നില്ല കാരണം സമയമില്ല. അതുകൊണ്ട് കാരണം എനിക്ക് അത്യാവശ്യം നല്ല സ്ലീപ്പുണ്ട്. സ്ലീപ്പ് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം എനിക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വേണം എനിക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഞാൻ ഇരുന്ന് പഠിച്ചാൽ മതി. വളരെ കുറച്ച് സമയം 1-2 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്താൽ മതി. അതും എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. പക്ഷേ ഇതിപ്പോൾ അവൻ എനിക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് തരും ഇങ്ങനെ ജോലി ചെയ്യണതിന് പകരം. അത് ഞാൻ കിട്ടുമ്പോൾ പറയാം, ഇപ്പം ഞാൻ പറയുന്നില്ല. കാരണം ഗിഫ്റ്റല്ല, ഒരു എമൗണ്ടാണ്. അത് വെച്ച് എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് വാങ്ങിക്കാം. അത് ഞാൻ കിട്ടിയതിന് ശേഷം പറയാം. ഇപ്പോഴല്ല, കുറച്ച് നാൾ കഴിഞ്ഞ് അവന് ജോലിയൊക്കെ കിട്ടിയിട്ടേ അത് കിട്ടുള്ളൂ. പക്ഷേ എന്നാലും അത് എനിക്ക് പകരത്തിന് വാങ്ങിച്ചു തരും. എൻ്റെ ടൈമാണല്ലോ ഞാൻ കളയുന്നത്.
വീട്ടിൽ ജോലി ചെയ്യണ കളയുന്ന ഒരു ടൈമായിട്ട് കൂട്ടണ്ട, എന്നാൽ പോലും നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സംഭവം ടൈം തന്നെയാണ്. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെയാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് ഒരു 10 വർഷത്തോളം ഞാൻ ചുമ്മാ ഇരുന്ന് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ടൈമിൻ്റെ വാല്യൂ മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ടാരോ റീഡിങ് ചെയ്യട്ടെ. ടാരോ റീഡിങ് ചെയ്യണ സെറ്റപ്പൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. അത് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ ഷൂട്ട് ചെയ്ത് തരാൻ പറയാം. എനിക്കിത് വെച്ച് ഒന്നാമത് ഒരു ഫോണേ എൻ്റെ കയ്യിലുള്ളൂ, പിന്നെ അവൻ്റെ ഫോണും കൂടെ വെച്ച് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഷൂട്ട് ചെയ്യണത് അവൻ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ടാരോ റീഡിങ് ചെയ്യണം. പിന്നെ അതെനിക്ക് അങ്ങനെ ആരും ഷൂട്ട് ചെയ്ത് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് നമ്മൾ ദൈവത്തിനെയൊക്കെ വിചാരിച്ച് ഷൂട്ട് ചെയ്യുന്നതും ആയതുകൊണ്ട് അതെനിക്ക് വലിയ ഇഷ്ടമല്ല, എനിക്കാരെയും അങ്ങനെ ഷെയർ ചെയ്യണത്. എന്നാലും ഞാൻ പറ്റുമെങ്കിൽ അത് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. സാധാരണ കാര്യങ്ങൾ തന്നെയാണ്. യൂണിവേഴ്സിനെ പ്രാർത്ഥിച്ചിട്ട് ടാരോ റീഡിങ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നോക്കട്ടെ, അപ്പോൾ അത് പിന്നെ പറയാം. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ടാരോ റീഡിംഗ് ഒക്കെ ചെയ്യട്ടെ. ചെയ്തിട്ട് അത് അമ്മ വന്നത്, അപ്പോൾ ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പഠിക്കുകയോ എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യാം. ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി. ഞാൻ അത് പറഞ്ഞോന്ന് എനിക്കറിയില്ല വ്ളോഗിൽ. കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു. പെട്ടെന്ന് സുഖമില്ലാണ്ടായി. അമ്മയ്ക്ക് പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ ഇങ്ങനെ സുഖമില്ലാണ്ടാവാറുണ്ട്. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാനിങ്ങ് വന്നു. ഞാൻ വീട്ടിൽ വന്നു. എനിക്കിവിടെ വീട്ടിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ. ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു സ്ഥലത്തും അങ്ങനെ പൊതുവേ പോയാൽ ഒന്നാമത് ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. അതിൻ്റെ കൂടെ ഒരു മിനിറ്റ്, അപ്പോൾ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. അതിൻ്റെ കൂടെ വേറൊരു സ്ഥലം മാറിക്കിടന്നാൽ എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇറിറ്റേഷനാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങ് വന്നു. ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞും കൂടെ ഇന്ന് അവിടെ നിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ വന്നിട്ടൊന്ന് കുളിച്ച് ഫ്രഷായി. നമ്മൾ പോയപ്പോൾ ഈസ്റ്റ് റോട്ടിൽ ഫുള്ള് വെള്ളമായിരുന്നു. ഫുള്ള് വെള്ളമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, അത്ര വെള്ളമായിരുന്നു. ഞാൻ ന്യൂസിലൊക്കെ കാണിച്ചെന്ന് പറയണ കേട്ടു. എന്തായാലും ഭയങ്കര വെള്ളമായിരുന്നു. അതിലൂടെ നമ്മൾ കാറും എടുത്തുകൊണ്ട് പോയി. എമർജൻസി ആയിരുന്നില്ലേ, അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുമായിരുന്നില്ലേ, അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ കാറ് ഞാൻ പ്രാർത്ഥിച്ച് പോയി. എന്തോ ദൈവഭാഗ്യത്തിന് ആ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ വണ്ടി സ്റ്റോപ്പായില്ല. അവിടെ എത്തി, നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഇറങ്ങി. അമ്മയ്ക്ക് പിന്നെ കവറേജ് ഫുള്ളായിപ്പോയി. അങ്ങനെ വീഡിയോ താനെ സ്റ്റോപ്പായി. അങ്ങനെ എത്തി. ഞാൻ തിരിച്ച് വരാൻ വേണ്ടിയിട്ട്, അതായത് ചേച്ചി അങ്ങ് വരാം, ഞാൻ തിരിച്ചിങ്ങ് വരാമെന്ന് പറഞ്ഞ് കാർ എടുക്കാൻ വേണ്ടി എൻ്റെ മാമനും അങ്കിളും ബ്രദറും ഒക്കെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ബ്രദറിനെ അവിടെ നിർത്തിയിട്ട് ഇങ്ങ് വരാൻ വേണ്ടി നോക്കി. കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടായില്ല. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല, എനിക്കിനി പഠിക്കണം. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവണേൻ്റെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് പോലെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ പറ്റിയില്ല, വണ്ടി സ്റ്റാർട്ടായില്ല. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഓട്ടോ ഓടിച്ചു വന്നു. അതാണ് ഓട്ടോയിലിരുന്ന കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിന് മുമ്പായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതാ കുളിച്ചു. ഒരു ചെറിയ ചായ അവിടെ ചേച്ചി ഇട്ട് വെച്ചിരുന്നുണ്ടായിരുന്നു, അതിനെ എടുത്ത് കുടിച്ചു. ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് വന്നായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്, ഏതോ ഒരു ബിസ്ക്കറ്റ്. അപ്പോൾ ഏതോ അല്ല, എനിക്കറിയാം, ഞാൻ ഇങ്ങനെ വെറുതെ കാണിച്ചതേ ഉള്ളൂ.
അങ്ങനെ അതിൽ നിന്ന് കുറച്ച് കഴിച്ച് ചായയും കുടിച്ചിട്ടിരിക്കുവാണ്. ഇനി ബ്രദർ വരുമ്പോൾ അവൻ ബെറോട്ട അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരും. അത് ഇവിടെ കറി ഇരിപ്പുണ്ട്, അതുമായിട്ട് ചൂടാക്കി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. വന്നിട്ട് എനിക്ക് അമ്മ ഇങ്ങനെ വയ്യാതാകുമ്പോൾ നമുക്ക് ആർക്കായാലും നമുക്ക് വീട്ടിലൊരാൾ പെട്ടെന്ന് വയ്യാതാകുമ്പോൾ നമുക്കൊരു വിഷമം വരില്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ട്, ഭയങ്കരമായി ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. ഇറ്റ്സ് ഓക്കെ ലൈഫിൽ എന്ത് വന്നാലും ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഭയങ്കര ഹോസ്പിറ്റലിലായാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അത് പഠിക്കുകയാണ് ഇങ്ങനെ. പിന്നെ ഞാൻ വന്നിട്ട് കുറേ ടാരോ റീഡിങ് അങ്ങ് ചെയ്തു. അപ്പം മനസ്സിനൊരാശ്വാസം കിട്ടി. ടാരോ റീഡിങ്ങിൻ്റെ ചാനൽ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ടാരോ റീഡിങ് കുറേ അങ്ങ് ചെയ്തപ്പോൾ ഒരു 3 മിനിറ്റ്സ് വീഡിയോ ആണ്, ഷോർട്ട്സ് ആയിട്ടാണ് ഇപ്പോൾ ഇടുന്നത്, തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ അതങ്ങ് ചെയ്തപ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടി. എന്നിട്ട് ഞാൻ അതിനെല്ലാം അപ്ലോഡ് ചെയ്തു. വലിയതായിട്ട് എഡിറ്റിംഗ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് കോളൊക്കെ വന്നപ്പോൾ ബ്രേക്ക് ആയിപ്പോയത് മാത്രം എഡിറ്റ് ചെയ്യേണ്ട, ജോയിൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. ബാക്കിയെല്ലാം ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇപ്പോൾ സമയം 9:30 ആവാറായി. ഇനി അവൻ ബെറോട്ട എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് കഴിക്കണം, എന്നിട്ട് കിടന്ന് ഉറങ്ങണം. ചെറിയ തലവേദനയും കാണും, കാരണം പുറത്തൊക്കെ പോയതിൻ്റെ ക്ഷീണം കാണും. ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് പോയിട്ട് വന്നിട്ട് ഇനി കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ ഫുഡൊക്കെ റെഡിയാക്കി അവർക്ക് കൊടുത്തു വിടണം. രാവിലെ എന്തെങ്കിലും അവർ വാങ്ങിച്ച് കഴിച്ചോളും. ഉച്ചയ്ക്ക് ചോറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടമുണ്ട്. അപ്പോൾ അത് ഒന്ന് ശരിയാക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നാളെ എടുക്കാം. ഇന്നത്തേത് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ഇനിയിപ്പോൾ ടാരോ റീഡിങ് എന്തെങ്കിലും കാണും, കിടന്നുറങ്ങും. പഠിക്കുകയൊന്നുമില്ല, പഠിച്ചാലും ടാരോ പഠിക്കുകയുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ വീഡിയോ ഈ ക്ലിപ്പോടുകൂടി അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഇനി ചിലപ്പോൾ കഴിച്ചാലും അത് നാളത്തെ വീഡിയോയിലേ ഞാൻ എടുക്കുകയുള്ളൂ, ഇന്നൊന്നും ഇനി ഞാൻ വീഡിയോ എടുക്കില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇന്നൊന്നും പഠിച്ചിട്ടില്ല, എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്ലാനുകളിലൊന്ന് മാത്രമാണ് PSC. ടാരോ റീഡിങ് പഠിക്കാൻ എടുത്തു വെച്ചപ്പോഴാണ് അമ്മയ്ക്ക് വയ്യാണ്ടായതും കൊണ്ടുപോയതും ഒക്കെ. ചെറിയ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെയാണ്, ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ട്. പിന്നെ ഇനി യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അതിലും ഇൻഫെക്ഷനൊക്കെ കാണും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെൽത്ത് വീക്കായതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ പോകാറുണ്ട്. അമ്മയ്ക്ക് CGHS കാർഡുണ്ട്, അതുകൊണ്ട് ഹെൽത്ത് ക്ലെയിം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാർഡുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.